ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും മലയാളി പെണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാനിന്ന് വണ്ണപ്പുറത്തെ നാത്തൂൻ്റെ വീട്ടിലാട്ടോ ഉള്ളത്. അവിടുത്തെ നോമ്പുതുറ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ നോമ്പ് തുറക്ക് നമ്മുടെ വീട്ടിലുള്ളവരാട്ടോ ഉള്ളത്. ഇക്കാമാരും ഇത്താമാരും പിള്ളേരും എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ വരും. ഉമ്മ അതേ ഉച്ചയോടെടുക്കാൻ പണി തുടങ്ങി കേട്ടോ. ബീഫ് കറി വെക്കാനുള്ള പരിപാടിയാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില അങ്ങനെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ട് ഉമ്മ നന്നായിട്ട് ഇളക്കി നമ്മുടെ ബീഫിനെ അടുക്കി കയറ്റാനുള്ള പരിപാടിയിലാട്ടോ. അങ്ങനെ അടുപ്പത്തിരുന്ന് നമ്മുടെ ബീഫ് അവിടെ നന്നായിട്ട് സെറ്റായിട്ട് വരട്ടെട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടികളിലോട്ട് പോവുകയാണ്. അതിനുശേഷം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ അതെ വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേ വെള്ളം അടുപ്പത്ത് വെച്ചു. അതിലോട്ട് അതേ കറുവപ്പട്ട പോലുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേനും അതിലോട്ട് അതേ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ സ്പീഡപ്പായിട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യണതിന് കുറച്ച് സമയമുള്ളൂ. നോമ്പ് തുറപ്പീരിന് എല്ലാവരും ഇപ്പോൾ വരും. അപ്പോൾ അതിന് മുമ്പ് ഉമ്മ സ്പീഡപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കണം കേട്ടോ. ഇത്തായും ഉണ്ട്, എന്നാലും മേൽനോട്ടം ഉമ്മയാണ്. ഉമ്മയുടെ മേൽനോട്ടത്തിലാട്ടോ അത് ബിരിയാണി പ്രിപ്പറേഷൻസ് നടക്കുന്നത്. അരി അപ്പം അതേ പാകത്തിന് വേവായി തോന്നുന്നു. അന്നേരം എന്തേ ഉമ്മ അത് വടിച്ചു ഊറ്റി എടുക്കാനുള്ള പരിപാടിയിലാട്ടോ. ബീഫ് കറി മാത്രമല്ല കേട്ടോ, ചിക്കൻ കറിയുണ്ട്. അതെ അതൊരടുപ്പത്തിരുന്ന് തിളച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇനി നമ്മുടെ ബീഫ് കറിയുടെ അവസ്ഥ എന്തായെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ നല്ല വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് താളിച്ച് ഊറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ പൈസാൻകുട്ടനും എത്തിയിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട്. അവൻ നേരത്തെ നോമ്പ് കുറിച്ചു കേട്ടോ. അതായത് ആപ്പിളുമായിട്ട് കടുംപിടുത്തത്തിലാണ് പുള്ളിക്കാരൻ. അപ്പോൾ അതെ ബിരിയാണിയുടെ പരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉമ്മ അതേ സവോള വറുത്ത് വെച്ചേക്കണൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉമ്മയാണ് തുടങ്ങിയത്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അത് നമ്മുടെ വേറൊരാളെ ഏറ്റെടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ബിരിയാണിയുടെ മേൽനോട്ടം വഹിച്ചത് നമ്മുടെ അർഫാസിക്കായ കേട്ടോ.
അങ്ങനെ ദേ ചടപടയെന്ന് ബിരിയാണിയുടെ പരിപാടികൾ കഴിഞ്ഞു. ഇതിനകത്ത് ഇവിടെ തരിക്കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോമ്പിൻ്റെ ഒരു സ്പെഷ്യലാണ് നമ്മുടെ തരിക്കഞ്ഞി. ഇനി കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ഇത്താമാരും ഇക്കാമാരും എല്ലാവരും കൂടി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നന്നേരം നൈസായിട്ട് ഒരാൾ ഓറഞ്ച് അടിച്ച് മാറ്റിക്കൊണ്ട് പോകണേ കേട്ടോ അതേ കാണണേ. അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റം എല്ലാം ഒന്ന് സെറ്റാക്കി നമ്മൾ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ, മുന്തിരി, തണ്ണിമത്തൻ, ഓറഞ്ച്, ഈന്തപ്പഴം, പഴം, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 6 മണിയോടെടുത്ത വീട്ടുപണികളൊക്കെ അവസാനിച്ചു കേട്ടോ. അതിനുശേഷം കുറച്ച് ടൈം റിലാക്സേഷന് വേണ്ടി ഒരു ചാമ്പിക്കോടെ വീഡിയോ ഷൂട്ട് നടക്കുന്ന പരിപാടിയായിട്ടേ കാണണേ. വളരെ ട്രെൻഡിങ് ആയിട്ട് വീഡിയോ ഷൂട്ട് നടത്താമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ചീറ്റിപ്പോയി, ഒന്നും നടന്നില്ല കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഹാപ്പി ആയിട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ അതേ ബാങ്ക് വിളിക്കാൻ സമയമായിട്ടോ. ടേബിളിലെ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും ജ്യൂസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് വിളിച്ചു. ഞങ്ങളപ്പോൾ നോമ്പ് തുറന്നേ. ആദ്യം ഫ്രൂട്ട്സ് ഐറ്റം കൊണ്ടും ജ്യൂസും കൊണ്ടൊക്കെ ആയിട്ടോ നോമ്പ് തുറന്നത്. അതിനുശേഷം പത്തിരിയും കോഴിക്കറിയും ബിരിയാണിയും എല്ലിങ്കപ്പ അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം പതിയെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നോമ്പ് തുറയുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.